പകർച്ചവ്യാധി വ്യാപനം തടയാൻ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി. ആരോഗ്യവകുപ്പ് നടത്തുന്നത് വർഷം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ജാഗ്രതാ പ്രവർത്തനങ്ങളെന്ന് വീണ ജോർജ്. പകർച്ചപ്പനി വിഷയത്തിൽ JV ഇബ്രാഹിം MLA നൽകിയ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. അമീബിക് മസ്തിഷ്ക ജ്വരം രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് 2 പേർ ആശുപത്രിയിൽ. ചികിത്സയിലുള്ളത് കീഴൂർ കാട്ടുംകുളത്തിൽ കുളിച്ച സ്കൂൾ വിദ്യാർത്ഥികൾ. ഫറോക്ക് സ്വദേശിയായ 12 വയസ്സുകാരൻ രോഗബാധയെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ. ഭൂമി വിൽപ്പനാ വിവാദത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെതിരെ അന്വേഷണം. പരാതിക്കാരനായ ഉമർ ഷെരീഫിൽ നിന്നും രേഖകൾ ശേഖരിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ. കേന്ദ്ര ആഭ്യന്തര വകുപ്പും അന്വേഷണം നടത്തുമെന്ന് സൂചന. നടപടി 30 ലക്ഷം രൂപ മുൻകൂറായി വാങ്ങി വിൽപ്പന കരാർ ലംഘിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്ന്. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദുത്വ പരാമർശത്തിൽ ലോക്സഭയിൽ ഇന്നും ചർച്ച. മോദിയുടെ ലോകത്ത് താൻ പറഞ്ഞ പരാമർശങ്ങൾ നീക്കം ചെയ്താലും സത്യങ്ങൾ നീക്കാനാകില്ലെന്ന് രാഹുൽ ഗാന്ധി. രാഹുലിന്റെ വാക്കുകൾ രാജ്യത്തെ എല്ലാ ഹിന്ദുക്കളെയും ഉദ്ദേശിച്ചല്ലെന്ന് ഫൈസാബാദ് MP അവധേഷ് പ്രസാദ്. വർഗീയ രാഷ്ട്രത്തിനുള്ള താക്കീതാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് അഖിലേഷ് യാദവ്. പ്രതിഷേധങ്ങൾക്കിടയിൽ ലക്ഷദ്വീപിലെ ഭൂമി ഏറ്റെടുക്കൽ പണ്ടാരം ഭൂമിയുടെ പരിശോധന ആരംഭിച്ചു. റവന്യൂ ഉദ്യോഗസ്ഥരുടെ പരിശോധന പോലീസ് സഹായത്തോടെ. നടപടികൾ തുടങ്ങിയത് അഗത്തി ദ്വീപിൽ. CPM-നുള്ളിൽ മാഫിയ സംഘങ്ങൾ വളർന്നുവെന്ന ജില്ലാ നേതൃയോഗങ്ങളിൽ വിമർശനം. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കൈകളിലാണ് CPM. കൊടുക്കൽ വാങ്ങലുകളിലെ തർക്കം പുറത്തേക്ക് വരുന്നെന്നും വിമർശനം. മുഖ്യമന്ത്രിക്ക് വ്യവസായികളുമായി ബന്ധമെന്നാരോപിച്ച CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കരമന ഹരി പാർട്ടി വിട്ടേക്കും. ഹരിയുടെ നീക്കം MV ഗോവിന്ദനോട് മോശമായി പെരുമാറിയതിന് പാർട്ടി നടപടി ഉറപ്പായതോടെ ജില്ലാ കമ്മിറ്റിയിലെ ആരോപണങ്ങൾ പാർട്ടി വിടാനുള്ള തീരുമാനത്തിന്റെ ഭാഗമെന്നും സൂചന. CPM മേഖലാ റിപ്പോർട്ടിംഗിന് തുടക്കം. കണ്ണൂരിലെ ആദ്യ മേഖലാ റിപ്പോർട്ടിംഗിൽ പ്രകാശ് കാരാട്ടും MV ഗോവിന്ദനും പങ്കെടുക്കുന്നു. തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. CPI നേതാവിന്റെ ഭീഷണി അവഗണിച്ച് ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കൽ. ഭൂസംരക്ഷണ സേന അംഗങ്ങൾക്കെതിരെ നടപടിക്ക് ഹൈക്കോടതി സ്റ്റേ. 7 ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റവും കോടതി സ്റ്റേ ചെയ്തു. താരസംഘടന അമ്മ ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ അതൃപ്തി അറിയിച്ച് രമേശ് പിഷാരടി. തിരഞ്ഞെടുപ്പ് ജനാധിപത്യ വിരുദ്ധമെന്ന് വിമർശനം. തന്നേക്കാൾ കുറവ് വോട്ട് നേടിയവരെ വിജയികളായി പ്രഖ്യാപിച്ചു. സ്ത്രീ സംവരണം നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യുകയാണ് വേണ്ടതെന്നും എല്ലാ അംഗങ്ങൾക്കും അയച്ച കത്തിൽ പിഷാരടി. സിനിമാ മേഖലയിൽ തുടർക്കഥയായി സാമ്പത്തിക തട്ടിപ്പ്. മഞ്ഞുമ്മൽ ബോയ്സിന് പിന്നാലെ RDX സിനിമാ നിർമ്മാതാക്കൾക്കെതിരെയും പരാതി. വാഗ്ദാനം ചെയ്ത ലാഭവിഹിതം നൽകിയില്ല എന്ന് തൃപ്പൂണിത്തുറ സ്വദേശിനി അഞ്ജന എബ്രഹാം. വ്യാജരേഖകൾ ഉണ്ടാക്കി നിർമ്മിച്ച നിർമ്മാണ ചെലവ് പെരുപ്പിച്ചു കാണിച്ചെന്നും പരാതി. നീറ്റ് നെറ്റ് ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി DYFI. സംസ്ഥാന വ്യാപകമായി മാർച്ച്. കോഴിക്കോട് ആദായ നികുതി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ ഏറ്റുമുട്ടി പോലീസും പ്രവർത്തകരും. കൊച്ചിയിൽ റിസർവ് ബാങ്കിലേക്ക് നടന്ന പ്രതിഷേധത്തിൽ ജലപീരങ്കി പ്രയോഗം. ആലപ്പുഴയിലും തിരുവനന്തപുരത്തും പ്രതിഷേധം. അരുണാചലിൽ കനത്ത മഴ. ബ്രഹ്മപുത്രയിൽ ജലനിരപ്പ് ഉയരുന്നു. അസമിലും പ്രളയക്കെടുതി രൂക്ഷം. മരണം 44 കടന്നു. അസം മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്നും നീക്കി.
ഒഴിവാക്കിയത് ഹിന്ദുക്കളെന്ന് സ്വയം പറയുന്നവർ അക്രമം പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന ഭാഗം അഗ്നിവീർ പരാമർശങ്ങളും ഒഴിവാക്കി. നീക്കിയവയിൽ ബിജെപിക്കും RSSനുമെതിരായ പരാമർശങ്ങൾ. നിയമങ്ങൾ കാറ്റിൽ പറത്തി മൂന്നാർ ഗ്യാപ് റോഡിൽ വീണ്ടും അഭ്യാസ പ്രകടനം. തെലങ്കാന രജിസ്ട്രേഷൻ വാഹനം പിടികൂടി മോട്ടോർ വാഹന വകുപ്പ്. കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയത് തെലങ്കാനയിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ യുവാക്കൾ. കുർബാന തർക്കത്തിൽ സമവായം. ഞായറാഴ്ച ഒരു ഏകീകരണ കുർബാന അർപ്പിക്കണമെന്ന സർക്കുലർ. ധാരണയിലെത്തിയത് വിമതരുമായി നടത്തിയ ചർച്ചയിൽ. നിർദ്ദേശം മറികടക്കുന്ന വൈദികർക്കെതിരെ നടപടിക്കും നിർദ്ദേശം. ആലുവ പറവൂർ റൂട്ടിൽ വാഹനമിടിച്ച് 69കാരൻ മരിച്ചതിന് കാരണം വാഹനത്തിന്റെ അമിത വേഗത. മരിച്ചത് കരുമാലൂർ സ്വദേശി മോഹനൻ. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന്. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നു. 3 ലക്ഷം രൂപ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും 5 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്കും എത്തിയെന്ന് മാത്യു കുഴൽനാടൻ. വിജിലൻസ് കോടതി ഉത്തരവ് പക്ഷപാതപരമാണെന്നും MLA ഹൈക്കോടതിയിൽ. പെരുമ്പാവൂർ വട്ടക്കാട് ഇതര സംസ്ഥാന തൊഴിലാളിയെ കുത്തിക്കൊലപ്പെടുത്തി. കൊല്ലപ്പെട്ടത് ഒഡീഷ സ്വദേശി ആകാശ് ഡിഗൽ. കുത്തിയത് ഒഡീഷ സ്വദേശി അഞ്ജന നായിക്ക്. കൊലപാതകത്തിലേക്ക് നയിച്ചത് വാക്കുതർക്കം. മധ്യപ്രദേശിൽ സർവകലാശാല വൈസ് ചാൻസലർമാർ ഇനി മുതൽ കുലഗുരു എന്നറിയപ്പെടും. BJPയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടേതാണ് തീരുമാനം. ഭാരത പാരമ്പര്യവും സംസ്കാരവും പരിഗണിച്ചാണ് തീരുമാനമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ്. യൂറോ കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾക്ക് ഇന്ന് അവസാനം. ക്വാർട്ടർ ലക്ഷ്യമിട്ട് നെതർലാൻഡ്സ് ഇന്ന് റൊമാനിയയെ നേരിടും. മത്സരം രാത്രി 9:30. അവസാന പ്രീ ക്വാർട്ടറിൽ തുർക്കിക്ക് എതിരാളി ഓസ്ട്രിയ.